നമുക്ക് പെരുന്നാളിന് വെറൈറ്റി പുഡിംഗ് ഉണ്ടാക്കി നോക്കിയാലോ? വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അറേബ്യൻ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? നമ്മുടെ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്രൗൺ പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് വൈറ്റ് പാർട്ട് മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു പുഡിങ്ങിലേക്ക്. അതുപോലെ തന്നെ ബ്രെഡിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഏതിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രേ, ആ ഒരു ട്രേൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വരുവേ. ഇനി നമുക്കിതിലേക്കൊരു ചെറിയൊരു ക്രീം മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. 100 ഗ്രാം ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മധുരം നോക്കിയിട്ട്, കാരണം പുഡിങ്ങിലൊക്കെ ചിലർക്ക് ഓവർ മധുരം ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് മാറ്റം വരുത്തണേ. പിന്നെ വേണ്ടത് ഒരു 3/4 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടാവും. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പുഡിംഗ് ഏതിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ട്രേ എടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ ഇതിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടാവുമല്ലോ, അതിലായാലും സെറ്റ് ചെയ്തെടുക്കട്ടെ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് സ്ലൈസസിൻ്റെ ആ ഒരു ബ്രൗൺ പാർട്ടൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ആ ഒരു വൈറ്റ് പാർട്ട് ഞാൻ നേരെ പകുതിയായിട്ട് ഹാഫായിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ട്രേൻ്റെ അടിഭാഗം കവറാകുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസ് കൈകൊണ്ട് കട്ട് ചെയ്തിട്ടും ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അങ്ങനെ ഇതാ സൈഡും മൊത്തത്തിലൊന്ന് കവറാകുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ ഈ ഒരു പാനിലേക്ക് 2 കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പുഡിങ്ങിൽ എപ്പോഴും പാലെടുക്കുമ്പോൾ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക്, വെള്ളമൊന്നും ചേർക്കാതെ തന്നെ എടുക്കാൻ നോക്കട്ടെ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഏതാണ് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. പിന്നെ പുഡിംഗ് എന്ന് പറയുന്ന അത്യാവശ്യം മധുരം വേണം, എന്നാലേ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുമ്പോൾ അത് സെറ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനിതാ വേറൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മിക്സ് ഇതുപോലെ പാലിൻ്റെ മിക്സിലേക്ക് ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ച് ഒഴിച്ച് വെക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സാക്കി കൊടുക്കാൻ വേണ്ട, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് നല്ലപോലെ പാല് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു കസ്റ്റാർഡ് മിക്സിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റില്ല അതൊന്നും മാറിക്കിട്ടുക, അത്ര മാത്രമേ ഉള്ളൂ. പാലും കസ്റ്റാർഡ് മിക്സും ഒക്കെ കൂടി ഒരു 2-3 മിനിറ്റ് കണ്ടിന്യൂസ് ആയി നല്ലപോലെ തിളപ്പിക്കുക. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു കസ്റ്റാർഡ് മിക്സാക്കി മാറ്റിയെടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ പാലിൻ്റെ മിക്സൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നല്ലപോലെ കളറൊക്കെ മാറി ഒന്നങ്ങ് സെറ്റായിട്ടുണ്ട്. ഇത്രയും മതിയിട്ട് ഒന്നങ്ങ് തിക്കായിട്ടും വരും കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചൂടോടെ തന്നെ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ട്രേയിൽ ആ ഒരു ബ്രെഡിലേക്ക് മൊത്തത്തിലായിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ലെയർ ബ്രെഡ് ഒന്ന് കവറാകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം ലെയർ വേണോ അതിനനുസരിച്ച് ഓരോ ലെയർ വെക്കുക. എന്നിട്ട് കസ്റ്റാർഡ് മിക്സ് ഉള്ളതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഓരോ ലെയറിലും പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇത് ഞാനിതുപോലെ 2 ലെയറായിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ള ഈ ഒരു ട്രേയിലേക്ക് കണക്കാകുന്ന രീതിയിൽ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് ഇല്ലേ, അതും കൂടി മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്രഷ് ക്രീം മിക്സും ഈ ഒരു കസ്റ്റാർഡ് മിക്സെല്ലാം ബ്രെഡ് വലിച്ചെടുക്കും കേട്ടോ, കുറച്ച് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് നട്ട്സൊക്കെ ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. ബദാമും അണ്ടിപ്പരിപ്പും പിസ്ത സ്ലൈസും എന്തൊക്കെയാണ് ഉള്ളത് അത് ചെറുതായിട്ട് നോക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതിന് നമുക്ക് പുഡിങ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ പുഡിങ് സെറ്റായിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ സെറ്റ് ചെയ്തതിന് ശേഷം നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു പുഡിങ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും എന്തായാലും നിങ്ങളൊക്കെ പെരുന്നാൾക്ക് പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പുഡിങ് ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്